ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പക്കുവടയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അതിലേക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. അപ്പോൾ പക്കുവടയിലേക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പച്ചമുളക്, മല്ലിയില, സബോള, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ ഇത് ചിക്കൻ മസാല. ഓക്കെ, ഇതാണെങ്കിൽ മൈദ, അരിപ്പൊടി, കടലമാവ്, പിന്നെ കായം വേണം കേട്ടോ. പിന്നെ ഇതാണെങ്കിൽ കാശ്മീരി മുളക് പൊടിയാണ്. ഇത് സോഡ ഇതാണ് പൊടി. പിന്നെ ഇതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി. ഓക്കെ, അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാം, കുഴയ്ക്കാം. കടലമാവ്, അരിപ്പൊടി, ഇത് മൈദ, ഇത് 1/4 ടീസ്പൂണ് കായത്തിൻ്റെ പൊടി, കാൽ ടീസ്പൂണ് വേണ്ട, ഒരു നുള്ള് സോഡാപ്പൊടി, മുക്കാൽ ടീസ്പൂണ് നമ്മുടെ കാശ്മീരി ചില്ലി, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു സ്പൂണ് ചിക്കൻ മസാല. ഇനി നമുക്ക് എല്ലാം ഇടാം. മല്ലിയില, സബോള, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, വേപ്പില, നമ്മളെല്ലാം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുഴയ്ക്കാം. അപ്പോൾ പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് ഈ പരുവാക്കി വയ്ക്കുക. 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇത് ഉണ്ടാക്കാം. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാം. ഒരുവിധമൊക്കെ വലിയ ഇതായിട്ടുണ്ട്. നമ്മളാ നാഴിയിൽ പിഴിയുന്ന ഇതല്ല കേട്ടോ. ഇത് നാഴിയിലുണ്ടെങ്കിൽ സബോളയൊന്നും ഇങ്ങനെ ഇടാൻ പറ്റില്ല. സബോളയ്ക്ക് വരുന്നത് അത് വേറെ ടൈപ്പാണ്. അതൊരു ദിവസം ഇടാൻ ഞാൻ. ഇത് നല്ലോണം തീ സ്റ്റാർട്ടിങ്ങിൽ കത്തണം, അല്ലെങ്കിൽ തണുപ്പിൽ വെളിച്ചെണ്ണ കുടിക്കും. അത് കഴിഞ്ഞാൽ ചെറുതാക്കി വയ്ക്കാം. അപ്പം അങ്ങനെ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഓരോന്നായിട്ട് വീഡിയോ ഒക്കെ കാണണം കേട്ടോ. ലൈക്ക് അടിക്കുകയും സബ്സ്ക്രൈബൊക്കെ വേണം എന്നും ഞാൻ പറയണില്ല. അപ്പോൾ
അപ്പോൾ കളറായി വരുന്നുണ്ട്, നന്നായിട്ട് കളറായി വരുന്നുണ്ട് കേട്ടോ. കണ്ട, പിന്നെ നല്ല ബെസ്റ്റ് ടേസ്റ്റാണ്. ഞാനിതിപ്പോൾ കുറച്ച് പ്രാവശ്യമായി ഉണ്ടാക്കണം. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കും ഇത്, കാരണം ചായക്കൊക്കെ കഴിക്കാൻ നല്ലതാണ്.